ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിൽ സീറ്റ് വിഭജന തർക്കം തുടരുകയാണ്. 24 സീറ്റുകൾ ആവശ്യപ്പെട്ടെന്ന് CPI ബീഹാർ സംസ്ഥാന സെക്രട്ടറി രാം നരേഷ് പാണ്ഡെ 24 പറഞ്ഞു. 243 മണ്ഡലങ്ങളിലും പാർട്ടിക്ക് സ്വാധീനമുണ്ടെന്നാണ് രാം നരേഷ് പാണ്ഡെയുടെ അവകാശവാദം. ആ പ്രതികരണത്തിലേക്ക്. हमने गठबंधन के अंदर 24 विधानसभा की सूची कांग्रेस डी राजा जो हमारे महासचिव हैं उनके साथ भावी मुख्यमंत्री के चेहरे तेजस्वी यादव जी को समर्पित किया है. CPI बिहार के अंदर 243 विधानसभा हैं, हो रहा है, जारी है. और हमने जो 24 सीट की सूची दी है उसमें हमें सम्मानजनक सीट मिलेगा. 75% मतदाता महागठबंधन की ओर हैं, सड़क पर हैं और आने वाला समय बिहार में बदलाव का होगा. महागठबंधन की सरकार बनेगी. ബീഹാറിന്റെ തലസ്ഥാനമായ പാറ്റ്നയിൽ ക്യാമ്പ് ചെയ്യുന്ന നമ്മുടെ വാർത്താ സംഘത്തിന്റെ മേധാവി വിനീത വിജി തത്സമയം ചേരുകയാണ്. വിനീത, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ നമ്മുടെ CPI നേതാവിന്റെ അവകാശവാദം അനുസരിച്ച് ബീഹാറിലെ മിക്ക മണ്ഡലങ്ങളിലും CPIക്ക് സ്വാധീനമുണ്ട് എന്നാണല്ലോ അവകാശപ്പെടുന്നത്. വെരി ഗുഡ് മോർണിംഗ് SK. ഞാനിപ്പോൾ നിൽക്കുന്നത് ബീഹാറിലെ നിയമസഭാ മന്ദിരത്തിന് മുന്നിലാണ്. ഈ നവംബർ 22-ന് നിലവിലുള്ള നിയമസഭയുടെ കാലാവധി കഴിയും. എനിക്ക് പിന്നിലായി കാണുന്നതാണ് ബീഹാർ വിധാൻ മണ്ഡലം എന്നാണ്, നിയമസഭാ മന്ദിരമാണ്. അപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ അവകാശവാദങ്ങൾ ബീഹാറിൽ നടക്കുന്നുണ്ട്. മഹാസഖ്യത്തിന്റെ സീറ്റ് വിഭജന ചർച്ചകൾ ഏറ്റവും അവസാന ഘട്ടത്തിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനിടയിലാണ് CPI അവരുടെ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. 24 സീറ്റുകൾ ഇത്തവണ ലഭിക്കണമെന്നുള്ളതാണ് അവരുടെ ആവശ്യമല്ല. അതിലൊരു പ്രധാനമെന്ന നിലയിൽ അവർ പറയുന്നത്, ഞങ്ങൾക്ക് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും വലിയ സ്വാധീനമുണ്ട്, 243 മണ്ഡലങ്ങളിലും ഞങ്ങൾക്ക് സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ 24 സീറ്റുകൾ ഇത്തവണ CPIക്ക് ലഭിക്കണമെന്നുള്ളത് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ മുന്നണിയുടെ മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് തന്നെയായിരിക്കുമെന്നും അക്കാര്യത്തിൽ ആർക്കും സംശയമില്ല എന്നും CPI സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുകയാണ്. നേരത്തെ തന്നെ ഈ ഒരു മുഖ്യമന്ത്രി മുഖം നേരത്തെ ഉണ്ടാകണമെന്നും ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണമെന്നും ഒക്കെ തേജസ്വി യാദവ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ആവശ്യത്തോട് കോൺഗ്രസ് വലിയ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ CPI സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു പ്രതികരണം കൂടി പ്രാധാന്യം അർഹിക്കുന്നത്. ഒപ്പം തന്നെ അടുത്ത മന്ത്രിസഭ അത് മഹാസഖ്യം രൂപീകരിക്കുമെന്നും സർക്കാർ അധികാരത്തിൽ വരുമെന്നും തന്നെയാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. സീറ്റ് വിഭജന ചർച്ചകൾ ഏതാണ്ട് അന്തിമ ഘട്ടത്തിലാണ്. ഇന്ന് വൈകിട്ടോടുകൂടി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ 37 മണ്ഡലങ്ങൾ ഇടതു പാർട്ടികൾ മത്സരിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 24 മണ്ഡലങ്ങൾ ഞങ്ങൾക്ക് വിട്ടു നൽകണമെന്നൊരു ആവശ്യമാണ് CPI മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ചർച്ചകൾ അന്തിമ ഘട്ടത്തിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. തേജസ്വി യാദവും ലാലു പ്രസാദ് യാദവും ഇപ്പോഴും ഡൽഹിയിൽ തുടരുകയാണ്. അദ്ദേഹം ഇന്ന് രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയേക്കാം. 50 സീറ്റുകൾ നൽകാം, 50 മുതൽ 55 സീറ്റുകൾ വരെ നൽകാമെന്നാണ് RJDയുടെ നിലപാട്. പക്ഷേ ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് കോൺഗ്രസിനുള്ളത്. 60 സീറ്റുകളെങ്കിലും ഞങ്ങൾക്ക് ലഭിക്കണമെന്നൊരു ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 70 സീറ്റുകളിൽ മത്സരിച്ചുവെങ്കിലും ഏതാണ്ട് 51 സീറ്റുകളിലും കോൺഗ്രസ് കടുത്ത പരാജയം നേരിടേണ്ടി വന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസിന് നൽകാൻ കഴിയില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് RJDയും ഉള്ളത്. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള ചർച്ചകളൊക്കെ ഇന്ന് ഡൽഹിയിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതാണ്ട് വൈകിട്ടോടു കൂടി തന്നെ ഈ മഹാസഖ്യത്തിന്റെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കാൻ കഴിയും. NDA സംബന്ധിച്ചിടത്തോളം സീറ്റ് ധാരണയായതിന് പിന്നാലെ ഇനി അടുത്ത സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉടൻ ഉണ്ടായേക്കുമെന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ട്. SK. ഓക്കെ, താങ്ക് യു വിനീത. പാറ്റ്നയിൽ നിന്നാണ് വിനീത വിജയ് തത്സമയം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.